രാവിലത്തെ കഴിക്കലും അല്ലൂസിന് കഴിക്കാൻ കൊടുക്കലും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി. നേരം വൈകിയപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് ഉച്ചയ്ക്ക് വന്നിട്ട് സിമ്പിളാക്കാം ഫുഡ് എന്ന്. സത്യം പറഞ്ഞാൽ കുറച്ച് മടി പിടിച്ചതാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഇത്തിരി എളുപ്പമായിക്കോട്ടെ എന്ന് കരുതി. അപ്പം നമ്മൾ വെജ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാം പ്ലാൻ ചെയ്ത് അല്ലൂസിനെ ഉറക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ കണ്ടത് ചേച്ചി ഇതാ വെജ് ബിരിയാണിയുടെ പകുതി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഞാൻ വേഗം കുറച്ച് പനീരൊക്കെ എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അത് കാരണം അതൊക്കെ ഫ്രൈ ചെയ്തു. ചേച്ചി ഉണ്ടാക്കിയ വെജിറ്റബിൾ ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണോ കഴിക്കണത് കേട്ടോ. അവളെപ്പോഴും വന്നിട്ട് നെയ്ച്ചോറും ബിരിയാണിയും ഉണ്ടാക്കുക എന്നല്ലാണ്ട് വെജ് ബിരിയാണി അങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതിലേക്ക് ഞങ്ങൾ പനീറും സോയാബീനും കോളിഫ്ലവറും എല്ലാം ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു ചേച്ചി ബ്രെഡും നമുക്ക് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടാലോ എന്ന്. പക്ഷെ ബ്രെഡ് ഉണ്ടായില്ല. അത് കാരണം ഞങ്ങൾ അത് മാത്രമേ ആഡ് ചെയ്തില്ല. അല്ലാത്തതെല്ലാം ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. മസാലയൊക്കെ സെറ്റാക്കി ആവിയിൽ വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ചേച്ചി നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ, എല്ലാം സെറ്റായി. ഇനി ആ നെയ്ച്ചോറിലേക്ക് ഈ മസാലകളൊക്കെ കൂട്ടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കേ വേണ്ടുള്ളൂ. എന്താണെന്നറിയില്ല, ബിരിയാണിയുടെ മണം അടിച്ചിട്ടാണെന്നറിയില്ല, അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പായിരുന്നു. നല്ലപോലെ വയറ് നിറച്ച് ബിരിയാണി കഴിച്ചു.